ഏവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുവിനെ അനുഗമിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പിതാവായ ദൈവമായി തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുവാൻ, അനുസരിപ്പാൻ, വിലമതിക്കുവാൻ താല്പര്യമുള്ളവർ സ്വയം ത്യജിക്കണം എന്ന് യേശു നിർബന്ധിക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ അനിവാര്യമായ യോഗ്യത, ദ പ്രൈം എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് ഫോർ ഡിസൈപ്പിൾഷിപ്പ്, വളരെ ശ്രദ്ധേയമാണല്ലോ. നാം എല്ലാവരും യേശുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവർ, യേശുവിനെ അനുസരിക്കുന്നവർ, ഉൾക്കൊള്ളുന്നവർ എന്നൊക്കെ ധരിച്ചു വച്ചിരിക്കുമ്പോൾ ആ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതിന് തികച്ചും അനിവാര്യമായൊരു ഘടകം യേശു വെളിപ്പെടുത്തിയിരിക്കുന്നതിനെ പറ്റി അല്പം പോലും വ്യക്തത അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ധാരണ നമുക്കില്ല എന്ന് വന്നാൽ അത് വലിയ അപകടം തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രയാസമുണ്ടാകേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ടോ ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി നമുക്ക് പൊതുവായ ഒരു നിസ്സംഗതയാണ്, ഇൻഡിഫറൻസ് ആണ്, അപ്പസിയാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെ. അതുകൊണ്ട് ഈ ഒരു പഠിപ്പീൽ യേശുവിനെ അനുഗമിക്കുന്നതിന് സ്വയം ത്യജിക്കുക എന്നത് അനിവാര്യമായ ഒരു തയ്യാറെടുപ്പാണ്, ഒരു യോഗ്യതയാണ്. അത് ഇല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കാലുകുത്തുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് യേശു തന്നെ പഠിപ്പിച്ചിരിക്കെ അത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നത് അഭികാമ്യമാണ്, അല്ലെങ്കിൽ വ്യക്തമായി ധരിക്കുന്നത് ആവശ്യമാണ് എന്നത് ലാക്കാക്കിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ദീർഘനാളുകളായി ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണ് ഈ സ്വയത്യാഗം, സെൽഫ് ഡിനയൽ എന്നാൽ എന്താണ്. ഇതിന് മുൻപ് ഞാൻ ചെയ്ത് നിങ്ങളുമായി പങ്കിട്ടുള്ള ഒരു വീഡിയോയിൽ സ്വയത്യാഗത്തെ ഹിന്ദു സ്പിരിച്വൽ ഫിലോസഫിയുടെ വെളിച്ചത്തിൽ റിനൗൺസിയേഷൻ എന്ന ആശയവുമായി ഘടിപ്പിച്ച ചില ചിന്തകൾ ഏവരുമായി പങ്കിട്ടിട്ടുള്ളതാണ്. എന്നാൽ ഹിന്ദു ഫിലോസഫിയിൽ പോലും ഈ റിനൗൺസിയേഷൻ്റെ ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ലോക യാഥാർത്ഥ്യങ്ങളോട് വെറുപ്പ് അനുഭവിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മുഖം തിരിക്കുക, വല്ല വനത്തിലോ പർവ്വതത്തിൻ്റെ മുകളിലോ പോയി താമസിക്കുക എന്നുള്ളതല്ല. പിന്നെയോ ഈശ്വരനുമായി, ബ്രഹ്മവുമായി കൂടുതൽ കൂടുതൽ താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ ഈ റിനൗൺസിയേഷൻ അല്ലെങ്കിൽ മോഹങ്ങളെ 100% ഉപേക്ഷിക്കുന്ന, ത്യജിക്കുന്ന ഈ ഒരു അച്ചടക്കം പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നതാണ് യോഗ ഫിലോസഫിയെ കേന്ദ്രീകരിച്ച് ഞാൻ നിങ്ങളുമായി പങ്കിട്ടുള്ള ആശയം. അത് ഈ തരുണത്തിലും സ്മരണീയമാണ്. എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹിന്ദു ഫിലോസഫിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ മാത്രം ഈ അടിസ്ഥാനപരമായ ആശയത്തെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നാളെ വരെയുള്ള എൻ്റെ ധ്യാനത്തിൽ നിന്ന് വെളിപ്പെട്ട് വന്നിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, ഞാൻ ഉച്ചരിച്ച ഈ വാക്യം, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്ന് ആരംഭിക്കുന്ന ഈ വാക്യം, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റ് 2 വാക്യങ്ങൾ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതൊന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യവും, മറ്റേത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യവുമാണ്. ഞാൻ 2 വാക്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം ഒന്ന് സൂചിപ്പിക്കട്ടെ. ലൂക്കോസ് 10:27 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. രണ്ടാമത്തേത് അതിനോട് സമം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിൽ
അപ്പുറമായ മറ്റൊരു കൽപ്പനയുമില്ല. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്നാണ് ആ ഭാഗം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നമുക്കെല്ലാം അറിയാം. ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സ്വയത്യാഗത്തിൻ്റെ ആവശ്യം. സ്വയത്തെ ത്യജിക്കാതെ ആർക്കും ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. അതിൻ്റെ യുക്തി ഞാൻ അല്പം വെളിപ്പെടുത്തട്ടെ. സ്വയത്തിൻ്റെ സ്വഭാവം എല്ലാറ്റിനെയും സ്വന്തം ലാഭത്തിനു വേണ്ടി ഒന്ന് മയക്കി മെരുക്കി എടുക്കുക എന്നുള്ളതാണ്. എല്ലാറ്റിനെയും സ്വാർത്ഥ താല്പര്യത്തിന് അടിമയാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നതാണ്. എല്ലാറ്റിനെയും സ്വന്തം ലാഭത്തിനും സൗകര്യത്തിനും ഗുണത്തിനും വേണ്ടി മാത്രം കാണുകയും അപ്രകാരം ആ ലക്ഷ്യത്തോട് മാത്രം കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വയം എന്നത് ഒരു നല്ല കച്ചവടക്കാരനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സമൃദ്ധനായ ഒരു കച്ചവടക്കാരൻ പതിയിരിപ്പുണ്ട്. ഈ കച്ചവടക്കാരൻ്റെ സ്വഭാവം എല്ലാറ്റിനെയും ഒരു കച്ചവട ചരക്കാക്കി മാറ്റുക. കച്ചവടം എന്ന് പറയുമ്പോൾ ലാഭം എന്നതാണ് അതിൻ്റെ അർത്ഥം. കച്ചവടത്തെ നയിക്കുന്ന, നിലനിർത്തുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇൻസ്പയർ ചെയ്യുന്ന ഏക ഘടകം ലാഭം എന്നുള്ളതാണ്. ആരും നഷ്ടക്കച്ചവടത്തിന് പോകുകയില്ല. കച്ചവടം നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഏറെ താമസിയാതെ അത് ഉപേക്ഷിച്ചിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നാം എല്ലാവരും മനുഷ്യ സ്വഭാവം കച്ചവട സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് നാം കൈകാര്യം ചെയ്യുന്ന എല്ലാറ്റിനെയും ദൈവം തൊട്ട് അണുവരെ എല്ലാറ്റിനെയും നാം കച്ചവടവൽക്കരിച്ചിരിക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ വികൃതികൾ ഉൾക്കൊള്ളുന്ന മത ആവിഷ്കാരങ്ങളിൽ മനുഷ്യൻ്റെ ലാഭേച്ഛ എപ്പോഴും ആധിപത്യം പ്രാപിക്കും. നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവത്തിന് എന്ന് പറഞ്ഞ് ദശാംശം മാറ്റിവെക്കുന്നത്, പണം നൽകുന്നത് ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല. ദൈവത്തെ നമ്മുടെ പക്ഷത്ത് ആക്കി വെച്ചാൽ അവൻ സർവശക്തനാകയാൽ, എല്ലാ ചരാചരങ്ങളുടെ മേൽ ആധിപത്യമുള്ളവനാകയാൽ അവൻ്റെ സൈഡ് പിടിക്കുന്നത്, അവൻ്റെ ശ്രദ്ധ നമ്മളിൽ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ ലാഭം, വലിയ ഗുണമുണ്ടാകും എന്ന ഒരേ പ്രത്യാശയിലാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ലാഭമില്ല എന്ന് വരുന്ന ആ നിമിഷത്തിൽ നാം ദൈവത്തെ ഉപേക്ഷിച്ചിരിക്കും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, നാം കച്ചവടവൽക്കരിക്കുന്ന ഒന്നിനെയും നമുക്ക് സ്നേഹിപ്പാൻ സാധ്യമല്ല. ഒരു ഭാര്യയും ഒരു വേശ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സ്ത്രീയെ കച്ചവടവൽക്കരിക്കുമ്പോൾ അവൾ വേശ്യയായിത്തീരുന്നു. ഒരു സ്ത്രീയെ സ്നേഹിക്കുമ്പോൾ അവൾ ഭാര്യയായിത്തീരുന്നു. ഡോസ്റ്റോവസ്കിയുടെ വിശ്വവിഖ്യാതമായ കുറ്റവും ശിക്ഷയും എന്ന നോവൽ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് എന്ന നോവലിൽ സോണിയ എന്ന് പറയുന്ന ഒരു വേശ്യയുണ്ട്. ജീവിത സാഹചര്യങ്ങളുടെ ഞെരിവിൽ നിവൃത്തിയില്ലാഞ്ഞ് അവൾ തെരുവിലായിപ്പോയതാണ്. അവളുടെ ഉള്ളിൽ കെടാത്ത ഒരു ദൈവിക വിളക്കുണ്ട്. അത് റഷ്കോൾനിക്കോവ് എന്ന് പറയുന്ന കുറ്റവാളിയായ ഒരു മനുഷ്യൻ, 2 സ്ത്രീകളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊന്ന വ്യക്തി, അവൻ്റെ കുറ്റഭാരം എടുക്കാൻ വയ്യാതെ അനുദിനം നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആശ്വാസമായി ഭവിക്കുന്നത് സോണിയ എന്ന് പറയുന്ന ഈ വേശ്യയാണ്. പക്ഷേ ഡോസ്റ്റോവസ്കി റഷ്കോൾനിക്കോവും സോണിയയും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കാൾ എത്രയോ മാഹാത്മ്യമേറിയതായിട്ടാണ്. റഷ്കോൾനിക്കോവിനെ ദൈവത്തെങ്കിലേക്ക് വഴി നടത്തുന്നത് സോണിയയാണ്. അത് ഞാൻ വായിച്ചിട്ടുള്ള രംഗങ്ങൾ
അത് ചിത്രീകരിക്കുന്ന രംഗം ഞാൻ ലോക സാഹിത്യത്തിൽ വായിച്ചിട്ടുള്ള എല്ലാ രംഗങ്ങളിലും അത്യുഗ്രമാണ്, അത്ര ഉജ്ജ്വലമാണ്, അത്യുജ്വലമാണ്. അത് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ പോരാ. അപ്പോൾ ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ കൊണ്ട് നമുക്കറിയാം, സ്ത്രീത്വത്തെ കച്ചവടവൽക്കരിച്ചാൽ അതിൽ കൂടെ വ്യഭിചാരമുണ്ടാകുന്നു, വേശ്യകളുണ്ടാകുന്നു. സ്ത്രീത്വത്തെ മാനിച്ചാൽ അതിൽ കൂടെ ജീവിത പങ്കാളികൾ ഉണ്ടാകുന്നു. ഇതാണ് വ്യത്യാസം. മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും എല്ലാറ്റിനെയും കച്ചവടവൽക്കരിക്കും. മാതാപിതാക്കന്മാർ മക്കളെയും, മക്കൾ മാതാപിതാക്കന്മാരെയും കച്ചവടവൽക്കരിക്കും. നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നാം ഏറ്റെടുക്കുന്ന ചുമതലകൾ പോലും നാം കച്ചവടവൽക്കരിക്കും. കച്ചവടവൽക്കരണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് രാഷ്ട്രീയത്തിലും മതത്തിലുമാണ്. ഒരു രാജ്യത്തെ നന്നാക്കുന്നതിന് വേണ്ടിയല്ല ആളുകൾ രാഷ്ട്രീയത്തിൽ കൂടെ കസേരകൾ പിടിച്ചെടുക്കുന്നത് നമുക്കറിയാം. അവര് പറയുന്നത് മറ്റാണെങ്കിലും യാഥാർത്ഥ്യം വേറൊന്നാണ്. അതറിയാൻ വയ്യാത്ത ആരുമില്ല, അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മതത്തിൻ്റെ കസേരകൾ പിടിക്കുന്ന ആളുകൾ ദൈവ മാഹാത്മ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാനോ ജനങ്ങളുടെ ആത്മീയ വർധന വരുത്തുവാനോ ഒന്നുമല്ല, ലാഭം അന്വേഷിച്ച് നടക്കുന്ന കച്ചവടക്കാരാണ്. അതുകൊണ്ടാണ് നാം യെരൂശലേം ദേവാലയം എന്ന് പരിഗണിക്കുമ്പോൾ അതിൻ്റെ പ്രാങ്കണത്തിൽ അതിനോട് തൂളുരുമി നിൽക്കുന്നൊരു ചന്തയുണ്ട്. ഒരു ദേവാലയവും ഈ ചന്തയില്ലെങ്കിൽ പൂർണ്ണമാകുകയില്ല. ചന്തയില്ലെങ്കിൽ ദേവാലയമില്ല, ദേവാലയം ഇല്ലെങ്കിൽ ചന്തയില്ല. ദേവാലയത്തിൻ്റെ ചന്തകളിൽ വിൽക്കപ്പെടുന്ന ഒരു ചരക്കാണ് ദൈവം, അല്ലെങ്കിൽ പരിശുദ്ധി, പുണ്യാളന്മാർ. ഇത് നിങ്ങൾ കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. അപ്പോൾ എന്തിനേയും കച്ചവടവൽക്കരിക്കുന്ന ഒരു സ്വഭാവം ഈ സ്വയത്തിനുണ്ട്. സ്വയം എന്നത് ഒരു കച്ചവടക്കാരനാണ്. ദൈവത്തെ പോലും വിൽക്കുന്ന കച്ചവടക്കാരനാണ് സ്വയം. അതാണ് സ്വാർത്ഥത എന്ന് നാം പറയുമ്പോൾ അർത്ഥം എന്താണ്? ആരാണ് സ്വാർത്ഥമതിയായ ഒരു വ്യക്തി? ഏത് സാഹചര്യത്തിലായിരുന്നാലും, ആരോടൊക്കെ ഇടപെട്ടാലും, ഏതെല്ലാം സ്ഥാനം അലങ്കരിച്ചാലും അതൊക്കെ കച്ചവടവൽക്കരിച്ച് സ്വന്തം ലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയും അപ്രകാരം സമർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നാം സ്വാർത്ഥമതികൾ എന്ന് പറയുന്നത്. ആ അവസ്ഥ അതിജീവിക്കണം, അതിനെ ത്യജിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയുള്ളൂ. ദൈവത്തെ കച്ചവടവൽക്കരിക്കുകയും ദൈവത്തെ ഒരു ചരക്കാക്കി അധപ്പതിപ്പിക്കുകയും അതേസമയം തന്നെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുക തികച്ചും അസാധ്യമാണ്. നാം എന്തിനെയെങ്കിലും കച്ചവടവൽക്കരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് അതിനോടുള്ള സ്നേഹം വിട്ടുകളയണം. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കൗതുകം കൊണ്ട് കോഴി മുട്ട വിരിച്ച് കോഴി കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടു. ഒരു 20 മുട്ട വെച്ചാൽ ഒരു പക്ഷേ 10-12 കോഴിക്കുഞ്ഞ് വരികയും അതിനെയൊക്കെ വളർത്തി വരുമ്പോൾ ചിലതൊക്കെ പരുന്ത് കൊണ്ടുപോകും. അവസാനം ഒരു 4-5 കോഴി ഉണ്ടാകും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ ആരെങ്കിലും വലിയ വിശിഷ്ട അതിഥികൾ വരും. പ്രത്യേകിച്ച് മാലിക്കലിലെ അച്ഛന്, ക്രൈസ്റ്റ് ചർച്ച് മാലിക്കലിലെ അച്ഛന് മാസത്തിലൊരിക്കൽ കല്ലുമല പള്ളിയിൽ ആരാധന നടത്തം വരുമ്പോൾ, അതിന് പെലപ്പള്ളി എന്നാണ് ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പെലപ്പള്ളിയിൽ ഒരു പുരോഹിതനെ കൊടുത്താൽ നഷ്ടക്കച്ചവടം, അതുകൊണ്ട് അങ്ങനെ അവിടെ ഉപദേശിച്ച് മാത്രമേ വേണ്ട. എന്നാൽ മാസത്തിലൊരിക്കൽ അവിടെ വന്ന് വിശുദ്ധ കുർബാന നടത്താൻ അച്ഛനെ കൊണ്ട് മാത്രമേ അവകാശം സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് അച്ഛൻ വരും. അച്ഛൻ വരുമ്പോൾ ഉച്ചയ്ക്ക് ആഹാരം ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ അച്ഛന് കോഴിക്കറി കൊടുക്കാൻ പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ കോഴിയായിരിക്കും പിടിച്ച് കണ്ടിക്കും. ചങ്കിൽ നിന്ന് ചോര വരാറുണ്ട്. കാരണം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്നേഹിക്കുന്ന ഒന്നിനെയും കച്ചവടച്ചരക്കാക്കാൻ ഒക്കില്ല. കച്ചവടച്ചരക്കാക്കുന്ന ഒന്നിനെയും സ്നേഹിപ്പാനും സാധ്യമല്ല. ഇത് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ കച്ചവടച്ചരക്കാക്കരുത് എന്ന് പറഞ്ഞാൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് അത് അതിൽ തന്നെ ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹമായും നേട്ടമായും നാം കാണുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തെങ്കിലും പ്രാപിക്കാനല്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, നമ്മുടെ പൂർണ്ണ സന്തോഷമാണ്. മാത്രമല്ല നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചം അതാണ്. നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത് നാം യഥാർത്ഥത്തിൽ നാമായി തീരേണ്ടതിന് വേണ്ടിയാണ്.
അല്ലാതെ എന്തെങ്കിലും ഭൗതികമായ ആനുകൂല്യം പ്രാപിക്കേണ്ടതിനായിരിക്കരുത്. ഇതേ അർത്ഥത്തെ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിനാണ് ഈശോ പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. സ്വാർത്ഥ താല്പര്യം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവർ, പണക്കൊതി കൊണ്ട് മാത്രം മതമേഖലയിൽ നുഴഞ്ഞു കയറുന്നവർ, അവരെങ്ങനെയാണ് എല്ലാറ്റിനുമുപരി, മുൻപേ എല്ലാറ്റിനുമുപരി ദൈവരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കും? അതൊരിക്കലും സാധ്യമല്ല. അപ്പോൾ മതം അല്ലെങ്കിൽ ആത്മീയത അത് യഥാർത്ഥ അർത്ഥത്തിൽ നാം മനസ്സിലാക്കുമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? എല്ലാ വ്യക്തിയുടെയും ഉള്ളിൽ മനുഷ്യ സ്വഭാവത്തിൽ പതിയിരിക്കുന്ന സമർത്ഥനായ കച്ചവടക്കാരന് ഒരു മാനസാന്തരം കൊണ്ടുവന്നിട്ട്, അതാണ് യേശു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയും. ഈ മാനസാന്തരം എന്ന് പറഞ്ഞത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ പതിയിരിക്കുന്ന ആ സമർത്ഥനായ കച്ചവടക്കാരൻ, ദൈവത്തെ പോലും കച്ചവട ചരക്കാക്കി അധപ്പതിപ്പിച്ച് അതുകൊണ്ട് കോടികൾ കൊയ്യുവാൻ കൊതിച്ചിരിക്കുന്ന ഈ കച്ചവടക്കാരൻ, അവന് രൂപാന്തരം സംഭവിക്കണം. അല്ലെങ്കിൽ അവനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവിടെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന, ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഔന്നത്യത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു വെളിച്ചമാണ്. ആ വെളിച്ചത്തെ സ്ഥാപിക്കുക, കച്ചവടക്കാരനെ മാറ്റി നിർത്തിയിട്ട് യേശുവാകുന്ന വെളിച്ചം, ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരാശിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന, നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന വെളിച്ചം സ്ഥാപിക്കുക. ആവർത്തിക്കട്ടെ, കച്ചവടക്കാരനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് അവിടെ സ്നേഹമെന്ന വെളിച്ചം സ്ഥാപിക്കുക. അതിൻ്റെ പേരാണ് മാനസാന്തരം എന്നുള്ളത്. ആ മാനസാന്തരം പ്രാപിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് യേശു പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. സ്വയത്തെ ത്യജിക്കാഞ്ഞാൽ നാം മുൻപേ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും ആയിരിക്കുകയില്ല. നാം മുൻപേ അന്വേഷിക്കുന്നത് നമ്മുടെ ലാഭവും നമ്മുടെ നേട്ടവും നമ്മുടെ ആധിപത്യവും മാത്രവുമായിരിക്കും. അതിനുവേണ്ടി ഏത് തന്ത്രവും ഏത് അക്രമവും പ്രവർത്തിക്കുവാൻ നമുക്ക് മടിയുണ്ടാകുകയില്ല. പക്ഷെ അതൊക്കെ നാം ദൈവത്തിൻ്റെ പേരിൽ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ട് നാം നിർവഹിച്ചു വന്നിരിക്കും. ഭയഭക്തിയുടെ മൂടുപടങ്ങൾ അറിഞ്ഞ് നാം അത് ചെയ്തു വന്നിരിക്കും. പക്ഷേ അതൊന്നും വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളായിരിക്കുകയില്ല എന്ന് യേശു വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കണമെങ്കിൽ സ്വയത്തെ ത്യജിച്ചേ മതിയാകുകയുള്ളൂ എന്ന യേശുവിൻ്റെ നിർബന്ധപൂർവമായ ഈ ഉത്ബോധനം, അതിൻ്റെ യഥാർത്ഥ ആത്മീയ വ്യാപ്തിയിൽ, പ്രാവർത്തികമായ അതിൻ്റെ പ്രസക്തിയിൽ, അതിൻ്റെ പ്രവർത്തന രീതിയിൽ മനസ്സിലാക്കുകയും അത് അനുഭവത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് ഇടയാകുകയും ചെയ്യണം. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകും. അത് പല തവണ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള ഉദാഹരണമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ കുളക്കരയിൽ വെച്ച് ഒരു സ്ത്രീ യേശു കണ്ടുമുട്ടും. അവളുടെ ജീവിത ചരിത്രം യേശുവിന് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. ഇതേ കുളക്കരയിൽ വെച്ച് 6 പുരുഷന്മാർ അതിനു മുൻപ് അവളെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അവരെല്ലാവരും ആന്തരികമായി നല്ല കച്ചവടക്കാരായിരുന്നത് കൊണ്ട്, അവരുടെ പ്രത്യേകത മാംസക്കച്ചവടമായിരുന്നത് കൊണ്ട്, അങ്ങനെ 6 പേരെ കണ്ടുമുട്ടിയതിൽ അവൾ അധപ്പതിച്ച് അവൾ വെറും ചപ്പും ചവറുമായിരുന്ന അവസരത്തിലാണ് നസ്രയനായ യേശു അവളെ കണ്ടുമുട്ടുന്നത്. സ്വയം തിരിച്ച, അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വെളിച്ചത്തെ ലോകത്തിന് ദൃശ്യമാകത്തക്കവണ്ണം വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്ന യേശു അവളെ കണ്ടുമുട്ടിയപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരമുണ്ടായി. അതൊരു വലിയ ആഘോഷമായി തീർന്നു. അതെന്നും നമ്മുടെ കണ്ണിൽ അത്ഭുതമായിരിക്കുന്നു എന്ന ഉദാഹരണത്തിൽ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച ആശയത്തെ വീണ്ടും ഒന്നുകൂടെ പരിശോധിച്ചാൽ അവ കുറെ കൂടെ വ്യക്തമായി തീരും. അത് കൂടുതൽ സന്തോഷം പ്രദാനം ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഇത് വളരെ വ്യാപകമായ അർത്ഥമുള്ള ഒരു ഉത്ബോധനമാണ്. അത് വേണ്ട തോതിൽ എല്ലാ
തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് അവതരിപ്പിച്ച സമയം ഇനിയും വളരെ അധികം വൈകും എന്നതുകൊണ്ട് അതിന് മുതിരാതെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പഠിപ്പീരിൻ്റെ കാതലായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ വ്യക്തത പ്രാപിക്കുവാൻ ഏവരും പ്രത്യേകമായി ശ്രമിക്കണം എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോടുമുണ്ട് എൻ്റെ അതിരറ്റ സ്നേഹവും ബഹുമാനവും വാത്സല്യവും അറിയിച്ചുകൊണ്ട്